നമുക്ക് നമ്മുടെ ബയോളജി ടെക്സ്റ്റിൽ 16ാമത്തെ ചാപ്റ്ററാണ് ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിന് മുൻപ് കുറേ ചാപ്റ്ററുകളുണ്ട്. ബോട്ടണിയും സുവോളജിയുടെയുമായി ബന്ധപ്പെട്ട പല ചാപ്റ്ററുകളും നിങ്ങൾ പഠിച്ചു. നമ്മൾ അവസാനം സുവോളജിയിൽ പഠിച്ചു നിർത്തിയ ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസിന് നമ്മുടെ സാധാരണ സുവോളജി പോർഷനുമായി വ്യത്യസ്തമായ ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് കൂടുതലും ബയോ കെമിസ്ട്രി, അതായത് നമ്മുടെ ജീവനുള്ളവയുടെ ശരീരത്തിലെ കോശങ്ങളുടെ രാസഘടനകളും അതുമായി പെട്ട അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻസ് അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ള. ആഹാരം കഴിച്ചാലും അത് ഏത് രൂപത്തിലേക്കാണ് മാറുക, നമ്മൾ ചോറ് ഉണ്ടാൽ അവസാനം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഗ്ലൂക്കോസ് ആണ്, അല്ല നമ്മൾ പ്രോട്ടീൻ കഴിച്ചാൽ അവസാനം കിട്ടുന്ന അമിനോ ആസിഡ് ആണ് തുടങ്ങിയ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ എന്തായി മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ രാസപരമായിട്ട് എന്താണ് അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ, അല്ലെങ്കിൽ കെമിക്കലി അത് ഏത് വസ്തുവാണെന്നൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. എന്നാൽ ഇനി നമ്മൾ ഈ 16ാമത്തെ ചാപ്റ്റർ തൊട്ടുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫിസിയോളജിയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തൊട്ട് പഠിക്കാനുള്ളത്. 16ാമത്തെ ചാപ്റ്റർ തൊട്ട് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഓരോരോ ഓർഗൻ സിസ്റ്റംസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ മാമൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയർ മോസ്റ്റ് ക്ലാസ്സിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അതിനകത്തെ ഒരു ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ. ഒരുപാട് സിസ്റ്റംസ് ചേർന്നതാണ്. അതിൽ ഏറ്റവും ഒന്നാമത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ആ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ഒന്നാമത്തെ ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്ത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെ ഓരോ ആഹാര വസ്തുക്കളും ഡൈജസ്റ്റ് ചെയ്യുന്നു, അതെന്തായിട്ട് അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ അബ്സോർഷൻ എവിടെയൊക്കെ വെച്ചാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ഡൈജഷൻ നടക്കുക, അതിന് സഹായിക്കാൻ ആരൊക്കെ ഉണ്ട്, ഡൈജസ്റ്റീവ് എൻസൈംസുകളൊക്കെ അത് പുറപ്പെടുവിക്കുന്ന ആരൊക്കെയാണ്, പിന്നെ ഈ ദഹനം കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് ഇങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ, പിന്നെ അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന 1-2 ചെറിയ രോഗങ്ങൾ. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്ററാണ് ഇത്. ഇനി അങ്ങോട്ടുള്ള ഇത് കഴിഞ്ഞ ഉടനെ സർക്കുലേറ്ററി സിസ്റ്റം, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം ഒക്കെ മനുഷ്യ ശരീരത്തിലെ ഹ്യൂമൻ ബോഡിയിലെ നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി എന്നാണ് പറയുക. ഇനി ഈ ഓരോ ഫിസിയോളജി ചാപ്റ്ററിലും നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഓർഗൻ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മെക്കാനിസം അതും നിങ്ങൾക്ക് പഠിക്കാണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മുടെ ശ്വാസകോശവും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക, അതുപോലെ സർക്കുലേറ്ററി സിസ്റ്റത്തെ ഹാർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുക, അങ്ങനെ ഓരോ സിസ്റ്റം ഫിസിയോളജിക്കൽ ഓർഗൻ സിസ്റ്റവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഡൈജഷൻ ആൻഡ് അബ്സോർഷൻ. നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് 2 ഓപ്പണിങ്സ്, മൗത്തും ഏനൽ ഓപ്പണിംഗ് എന്ന് പറയുന്ന 2 ഓപ്പണിങ്ങുകളോടുകൂടി ഒരു പൂർണ്ണമായ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഹ്യൂമൻ ബോഡിക്കുള്ളത്. ഇനി എന്തിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്? നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരം മൗത്തിൽ വെച്ചിട്ട് ടങ്ങിൻ്റെയും ടീത്തിൻ്റെയൊക്കെ സഹായത്താൽ അത് ചവച്ചരയ്ക്കപ്പെടുന്നുണ്ട്. വലിയ ചോറ് ആയാലും നമ്മൾ കഴിക്കുന്ന എന്ത് വസ്തുക്കളും ചെറിയ ചെറിയ സാധനങ്ങളാക്കി ചവച്ചരയ്ക്കപ്പെടുന്നുണ്ട്. അതുപോരാ, അതാണോ ഡൈജഷൻ? അതുപോരാ. അങ്ങനെ വലിയ മോളിക്കൂൾ ചെറിയ മോളിക്കൂൾ ആയിട്ട് അല്ലെങ്കിൽ വലിപ്പത്തിൽ കുറഞ്ഞതുകൊണ്ട് മാത്രം ഡൈജഷൻ കംപ്ലീറ്റ്, അതിനെ നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയും. എന്നാൽ മെക്കാനിക്കൽ ഡൈജഷൻ കൊണ്ട് മാത്രം നമ്മുടെ ബ്ലഡിലേക്ക് നമ്മൾ എന്ത് കഴിച്ചാലും അത് അബ്സോർബ് ചെയ്യുന്നത്, ദഹനം കഴിഞ്ഞാൽ വലിച്ചെടുക്കുന്നത് രക്തത്തിലേക്കാണ്. ആ രക്തമാണ് അതിനെ കൊണ്ടുവന്ന് കോശങ്ങളിൽ കൊടുക്കുക, കോശങ്ങളുടെ പ്രവർത്തനത്തിനായിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു വലിപ്പം കുറഞ്ഞതുകൊണ്ട് മാത്രം രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ കെമിക്കൽ ഡൈജഷനിലൂടെ, മെക്കാനിക്കൽ ഡൈജഷൻ മാത്രം പോരാ, കെമിക്കൽ ഡൈജഷനിലൂടെ നടക്കണം. അപ്പം മൗത്തിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാര വസ്തുക്കൾ പിന്നീട് ബാക്കിയുള്ള ഡൈജസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഈസോഫാഗസ് എന്ന് പറയുന്ന ആ കുഴലിലൂടെയൊക്കെ നമ്മുടെ സ്റ്റൊമക്കിൽ ചെല്ലുന്നു, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെന്നു, ലാർജ് ഇൻറ്റസ്റ്റൈനിലൊക്കെ ചെല്ലുന്നതിന് മുമ്പ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കുറേ അധികം ഡൈജസ്റ്റീവ് ജ്യൂസസ്, ഡൈജസ്റ്റീവ് എൻസൈമുകളുണ്ട്. ഈ എൻസൈമുകൾ വലിയ മോളിക്യൂളിനെ, കെമിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചറലി വലിയ മോളിക്യൂളിനെ സിമ്പിൾ മോളിക്യൂളാക്കി മാറ്റും. ഉദാഹരണം, നമ്മൾ കഴിക്കുന്ന ചോറ്
ചോറെന്ന് പറയുന്നത് കെമിക്കൽ ഡൈജഷൻ കഴിഞ്ഞ് അവസാനം ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അങ്ങനെ അതാണ് ആക്ച്വലി നമ്മൾ ഡൈജഷൻ അല്ലെ കെമിക്കൽ ഡൈജഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ വലിയ മോളിക്യൂളിനെ ഒരിക്കലും നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതിന് അബ്സോർപ്ഷൻ ഡൈജഷൻ കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. ഡൈജഷൻ മാത്രം നടന്നുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ഡൈജഷൻ കഴിഞ്ഞ് അബ്സോർബ് ചെയ്താലേ നമുക്കതിനെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡൈജഷന് കഴിഞ്ഞിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വലിയ മോളിക്കൂൾ ചെറിയ മോളിക്കൂളായിട്ട് മാറണം. അതാണ് ഡൈജഷൻ എന്ന പ്രോസസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ആദ്യം നമുക്ക് നോക്കേണ്ടത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആണ് നോക്കേണ്ടത്. സ്ക്രീനിൽ ചിത്രം കാണുന്നുണ്ടാവും. ഓരോ പാർട്ടും പറയുമ്പോൾ നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കി അത് എവിടെയാണ് ആ ഭാഗം എന്ന് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? ഇനി ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടുകൾ നോക്കാം. നമ്മൾ ഏത് ഫിസിയോളജി പഠിക്കുമ്പോഴും അത് ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എന്ത് ഫിസിയോളജി പഠിച്ചാലും ആദ്യം അതിന്റെ ഘടന, സ്ട്രക്ചർ മനസ്സിലാക്കുക. അതിനുശേഷം അങ്ങനെ സ്ട്രക്ചർ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ ഫംഗ്ഷനും അതിന്റെ മെക്കാനിസം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് സിസ്റ്റത്തിനും ആദ്യം സ്ട്രക്ചർ മനസ്സിലാക്കുക. ഇനി ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതിനകത്ത് ഒരു വാക്കുകൾ പോലും നിങ്ങൾക്ക് അപരിചിതമായ വാക്കുകളില്ല. അത് അതിന്റെ ക്രമത്തിൽ തന്നെ പഠിക്കുമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഹ്യൂമൻ ഡൈജഷന്റെ തുടക്കം, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഇവിടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ മൗത്താണ്. മൗത്ത് അങ്ങനെ ഫുഡ് നമ്മൾ അതിന്റെ ഒരു ഫുഡിന്റെ ഫ്ലോ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ആദ്യം മൗത്തിലേക്ക് കിടക്കും. ഈ ഓപ്പണിംഗ് ആണ് മൗത്ത്. മൗത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സൈഡിൽ കാണുന്ന ചിത്രം ശ്രദ്ധിക്കുക. മൗത്ത് കഴിഞ്ഞാൽ നേരെ ബക്കൽ ക്യാവിറ്റി, ഈ ഓപ്പണിംഗ് കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ കാണുന്ന ആ സ്ട്രക്ചർ, ആ ഒരു അറയാണ് നമ്മൾ ബക്കൽ ക്യാവിറ്റി എന്ന ആ ഹോളോ സ്പേസിനെയാണ് നമ്മൾ ബക്കൽ ക്യാവിറ്റി എന്ന് പറയുക. ഹ്യൂമൻ ബക്കൽ ക്യാവിറ്റിയിൽ ഡൈജഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സംഗതികളുണ്ട്. ഒന്ന് ടീത്തും അടുത്തത് ടങ്ങും. ഇത് രണ്ടും നമുക്ക് ഡൈജഷനകത്ത് ആവശ്യമുള്ള സംഗതികളാണ്. ഇനി അങ്ങനെ ഓരോ സ്ഥലത്തും ഇനി ബക്കൽ ക്യാവിറ്റി ഇങ്ങനെ ഓരോ സ്ഥലത്തും ഡൈജഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വേണം നമ്മൾ പോവാൻ. അപ്പൊ മൗത്ത് കഴിഞ്ഞാൽ ബക്കൽ ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റി കഴിഞ്ഞാൽ നേരെ ഫാരിങ്സ്, ഫാരിങ്സ് കഴിഞ്ഞാൽ ഈസോഫാഗസ്, അത് നമ്മുടെ തൊണ്ടയിലൂടെ ഇങ്ങനെ പോകുന്ന കുഴലാണ് ഈസോഫാഗസ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ഈ വയറെന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുമ്പോൾ സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ മുഴുവൻ നമ്മൾ നമ്മൾ പറയുന്ന വയറെന്നുള്ളതല്ല. അതിന് മുമ്പ് ഒരു ചെറിയ സാക്കിലേക്ക് സ്ട്രക്ചറാണ് സ്റ്റൊമക്ക്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ എന്ന് പറയും. അത് കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടൽ. അത് കഴിഞ്ഞാൽ ഏനൽ ഓപ്പണിംഗ് വഴി ലാർജ് ഇൻറ്റസ്റ്റൈൻ പുറത്തേക്ക് തുറക്കുന്നു. അപ്പൊ ഈ നമ്മൾ ഫുഡ് മൗത്തിൽ നിന്ന് എടുക്കുന്ന ഫുഡ് ഏതാണ്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ എത്തുമ്പോഴത്തേക്കും എല്ലാ ഡൈജഷനും കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അബ്സോർബും ചെയ്ത് കഴിയും. പിന്നെ ആ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ അവസാന പാർട്ട് എന്ന് പറയുന്നത് അവിടെ എന്താ ഉള്ളത്? ഡൈജസ്റ്റീവ് വേസ്റ്റ്, ഫീക്കസ് ആണുള്ളത്. നമുക്ക് പുറത്തേക്ക് കളയേണ്ടുന്ന ദഹനം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സംഗതികളാണ്, വേസ്റ്റ് ആണ് ഉള്ളത്. അതിനെ നമ്മൾ ഏനൽ ഓപ്പണിംഗ് വഴി പുറത്ത് കളയുകയും ചെയ്യും. ഇനി നമുക്ക് മൗത്തിൽ പ്രത്യേകിച്ച് ഓർക്കാവുന്നത് ലിപ്സ് കൊണ്ട് കവർ ചെയ്ത മൗത്താണ്. അപ്പർ ലിപ്പ്, ലോവർ ലിപ്പ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ബക്കൽ ക്യാവിറ്റിയിൽ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് പ്രധാനമായിട്ട് ടീത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 സെറ്റ്സ് ഓഫ് ടീത്ത് ആണ് നമുക്കുള്ളത്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആയുസിൽ 2 സെറ്റ് ടീത്ത് ഉണ്ട്. ഒന്ന് പെർമനന്റ്, ഫസ്റ്റ് മിൽക്ക് ടീത്തും രണ്ടാമത്തത് പെർമനന്റ് ടീത്തും അല്ലേ. ആദ്യം നമുക്ക് ജനിക്കുന്ന പല്ലില്ല, അത് പല്ല് വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ആ പല്ലുകൾ പിന്നെ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ സ്ഥിരമായ പല്ലുകൾ വരും. അങ്ങനെ ഒരു ആയുസിൽ 2 സെറ്റ് ഓഫ് ടീത്ത് ആണ് ഉള്ളത്. അതുകൊണ്ട് ഹ്യൂമൻ ഡെന്റീഷനെ നമ്മൾ ഡിഫിയോഡോണ്ട് എന്ന് പറയും. ഡിഫിയോ, ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. അപ്പൊ ഹ്യൂമൻ ലൈഫ് സ്പാനിൽ 2 സെറ്റ്സ് ഓഫ് ടീത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഡിഫിയോഡോണ്ട് ഡെന്റേഷൻ എന്ന് പറയാറുണ്ട്. ഡെന്റേഷൻ പല്ലിന്റെ ഘടന എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇത് കൂടാതെ നമ്മളുടെ മൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടീത്തും ഒരുപോലെയാണോ? ഹ്യൂമന്റെ മൗത്തിൽ നമ്മൾ പറഞ്ഞു മാമൽസിന്റെ ക്യാരക്ടറാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്. അപ്പൊ നമുക്കുമുണ്ട് പലതരത്തിലുള്ള ടീത്ത്. നമുക്ക് പ്രധാനമായും 4 ടൈപ്പ് ടീത്താണ് ഉള്ളത്.
ഏതൊക്കെ? ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാഴ്സ് ആൻഡ് മൊളാഴ്സ്. അതെ, ചർവണക, അഗ്രചർവണക, ഉളിപ്പല്ല്, കോമല്, അങ്ങനെ എന്തൊക്കെയോ മലയാളം വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 4 ടൈപ്സ് ഓഫ് ടീത്ത് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള, പല ആകൃതിയിലും രൂപത്തിലും 4 തരത്തിലുള്ള ടീത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഹെറ്ററോഡോണ്ട് ഡെന്റേഷൻ എന്ന് പറയും. ഹെറ്ററോ മീൻസ് ഡിഫറെന്റ് ടൈപ്സ് എന്നാണ്. ഹെറ്ററോഡോണ്ട് ഡെന്റേഷൻ എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഹ്യൂമൻ ഡെന്റേഷനെ ഹെറ്ററോഡോണ്ട് എന്ന് പറയാൻ കാരണം, ഇൻ ഹ്യൂമൻ മൗത്ത് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്സ് ആർ പ്രസന്റ്. ഏതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാഴ്സ് ആൻഡ് മൊളാഴ്സ്. ഇനി ഇതിന് നമ്മളുടെ മൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ജോയില് എല്ലാവരിലും ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഒരാളുടെ മൗത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലല്ല വേറൊരാളുടെ മൗത്തിൽ അറേഞ്ച് ചെയ്യുക. അതിനെ നമ്മൾ നോക്കണമെങ്കിൽ നമ്മളുടെ ഈ ജോയിലാണല്ലോ പല്ലിരിക്കുന്നത്. പല്ലിനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ജോ എന്ന് പറയുക. ആ ജോയില് ഇതിന് പകുതി ഭാഗത്ത് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ ആയിരിക്കും ഇതിന് താഴെ ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിരിക്കുക. ഇതേപോലെ ആയിരിക്കും ഇവിടെ ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിരിക്കുക. അങ്ങനെ ഈ നമ്മുടെ മൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പകുതി നമ്മുടെ ഹ്യൂമൺ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ ഇവിടം വരെയുള്ള 2 മുകളിലും താഴെ അപ്പർ ജോയിലും ലോവർ ജോയിലും ഒരുപോലെ തന്നെയാണ് പല്ലിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വശം അതുപോലെ തന്നെ എഴുതാൻ പറ്റും. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റിനെ നമ്മളൊരു ഫോർമുല രൂപത്തിൽ എഴുതി നമ്മൾ അതിനെ ഡെന്റൽ ഫോർമുല എന്ന് പറയും. ഹ്യൂമന്റെ ഡെന്റൽ ഫോർമുല ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇൻസിസേഴ്സ് 2, കാനൈൻസ് 1, പ്രീമോളാഴ്സ് 2, മൊളാഴ്സ് 3. 2, 1, 2, 3 എന്നാണ് ഹ്യൂമൻ ഡെന്റൽ ഫോർമുല. നമ്മൾ പറഞ്ഞു ഈ മുകളിലാണ് 2, 1, 2, 3. ഇതേപോലെ താഴെയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് 2, 1, 2, 3 എന്ന് എഴുതും. ഇനി ഇതേപോലെ ഇതിന്റെ പകുതി ഭാഗം ഉണ്ടാവുക. അപ്പൊ അത് 2, 1, 2, 3. ഇവിടെയും 2, 1, 2, 3. അപ്പൊ മൊത്തത്തിൽ എത്ര പല്ലാണെന്ന് വെച്ചാൽ 3, 2, 5, 1, 6, 2, 8, മുകളിൽ 8, താഴെ 8. ഇവിടെയും ഇതിന്റെ പകുതി മുകളിൽ 8, താഴെ അങ്ങനെ 16, 32 പല്ലാണ് ഹ്യൂമൻ മൗത്തിലുള്ളത്. മനസ്സിലായില്ലേ? ഇനി അതിലെ ചില ടീത്തുകളൊക്കെ നമ്മൾ കുറെ ഏജിനായിട്ട് അതിന് ശേഷമായിട്ടാണ് വരിക. നമ്മളതിന് വിസിഡം ടീത്ത് എന്നൊക്കെ പറയാം. അതൊന്നും നിങ്ങളുടെ ടോപ്പിക്കിലില്ല. അപ്പൊ ആകെ നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിലെ ടോട്ടൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് 36 ആണ്. 36 പല്ലാണ്. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നതെന്നല്ലോ? 2 ഇൻസിസേഴ്സ്, 1 കാനൈൻസ്, 2 പ്രീമോളാഴ്സ്, 3 മൊളാഴ്സ്. അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പൊ ഹ്യൂമൻ ഡെന്റൽ ഫോർമുല ഓർത്ത് വെച്ചിരിക്കുക. അപ്പോഴ് 2 സെറ്റ്സ് ഓഫ് ടീത്ത്, പെർമനന്റ് ടീത്തും മിൽക്ക് ടീത്തും ഉള്ളതുകൊണ്ട് അതിനെ ഡിഫിയോഡോണ്ട് എന്ന് പറയും. 4 ടൈപ്സ് ഓഫ് ടീത്ത് ഉള്ളതുകൊണ്ട് ഹെറ്ററോഡോണ്ട് എന്ന് പറയും. ഇനി വേറൊരു പ്രത്യേകത, ഹ്യൂമൻ ബീയിങ്ങില് ഈ പല്ല്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ പല്ല് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ ജോയില്. നമ്മൾ ആ പല്ലിങ്ങനെ പുഴുതെടുത്തു കഴിഞ്ഞാൽ, ഇളക്കി മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, ഒരു കുഞ്ഞൊരു കുഴി. ആ കുഴിക്കുള്ളിലാണ്, ജോയിലുള്ള ആ കുഴിക്കുള്ളിലാണ് നമ്മൾ ഈ പല്ല് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ അങ്ങനെയുള്ള അറകളെ നമ്മൾ തീക്ക എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഡെന്റേഷനെ തീക്കോഡോണ്ട് എന്നും പറയും. അപ്പൊ ഹ്യൂമൻ ഡെന്റൽ അറേഞ്ച്മെന്റിനെ നോക്കിയാൽ ടീത്തുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 വാക്കുകൾ നിങ്ങൾ ഓർക്കുക. ഡിഫിയോഡോണ്ട്, ഹെറ്ററോഡോണ്ട്, തീക്കോഡോണ്ട്. ഡിഫിയോഡോണ്ട് എന്ന് പറഞ്ഞാൽ 2 സെറ്റ്സ് ഓഫ് ടീത്ത് ഉള്ളതുകൊണ്ട്, ഹെറ്ററോഡോണ്ട് എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ഓഫ് ടീത്ത് ഉള്ളതുകൊണ്ട്, തീക്കോഡോണ്ട് എന്ന് പറഞ്ഞാൽ ദ ടീത്ത് ആർ അറേഞ്ച്ഡ് ഇൻ ഫിക്സ്ഡ് ഇൻ തീക്ക. ഇൻ ജോയില് തീക്കയ്ക്കുള്ളിലല്ല, പാക്കറ്റിനുള്ളിലാണ് പല്ല് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ തീക്കോഡോണ്ട് എന്നും പറയാം. അപ്പൊ ആ 3 വാക്കുകൾ ഡെന്റൽ ഫോർമുലയും 2, 1, 2, 3 എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ ടീത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ കഴിഞ്ഞു. ഇത് കഴിഞ്ഞാല് നമുക്ക്
നമ്മുടെ ശരീരത്തിലെ ഹ്യൂമൺ ഒരു GK-യിലൊക്കെ സാധാരണ ചോദിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗം ഏതാണ്? അതെന്ന് പറയുന്നത് നമ്മുടെ പല്ലിന്റെ ഇനാമലാണ്. പല്ലിന്റെ മുകളിൽ ഒരു വൈറ്റ് കോട്ടിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. ആ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതുകൂടാതെ മൗത്തില് മറ്റുള്ള പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് ടങ് എന്ന് പറയുന്നത്. ഹൈലി മസ്കുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ടങ്. അപ്പൊ നമുക്ക് വളയ്ക്കാനും തിരിക്കാനും എങ്ങനെയൊക്കെ ഏത് രൂപത്തിലാക്കാനും പറ്റിയ വളരെ പ്രത്യേകതയുള്ള, നമുക്കറിയാം ഈ 32 പല്ലിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും അതിനിടയിലെങ്ങും പെടാതെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് ടങ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽ. ഒരു മസ്കുലാർ സ്ട്രക്ചറാണ്, ഒരു ടങ്ങാണ് നമുക്കുള്ളത്. അപ്പോൾ അതും ഓർത്ത് വെച്ചിരിക്കുക. ആ ടങ്ങിൽ നമ്മളിങ്ങനെ നോക്കി സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. നമ്മൾക്ക് രുചി മുകുളങ്ങൾ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ എരിവും പുളിയും പിന്നെ കയ്പും മധുരവും ഒക്കെ അറിയാനുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഇനി അതിൽ ഓരോ ബഡും നമ്മൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് പാപ്പിലകൾ, രുചി വീണ്ടും എടുത്ത് നോക്കിയാൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചറുകൾ വീണ്ടും ഉണ്ട്, പാപ്പിലാസ്. ഇതൊക്കെ നമ്മളുടെ രുചി അറിയാൻ സഹായിക്കുന്ന, ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്ന സെൻസ് ഓർഗൻസ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് മൗത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മൗത്ത് കഴിഞ്ഞാൽ നേരെ മൗത്ത് ബക്കൽ ക്യാവിറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫാരിങ്സിലേക്ക് പോകും. നമ്മളൊരു ആഹാരം കഴിച്ചാൽ ഇവിടെ വെച്ച് ഇതിൻ്റെ ടങ്ങിൻ്റെയൊക്കെ ഫലമായിട്ട് മെക്കാനിക്കൽ ഡൈജഷൻ ചവച്ചരയ്ക്കപ്പെട്ടു. അത് കഴിഞ്ഞ് നേരെ ആ ചവച്ചരച്ച ആഹാരം എങ്ങോട്ടേക്കാണ് പോവുക? ഫാരിങ്സിലേക്ക് പോകും. ഈ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആഹാരം ഈ ഭാഗത്ത് എത്തിയാൽ 2 കുഴലുകളായിട്ടങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ വിൻഡ് പൈപ്പ്, അതായത് നമ്മൾ ശ്വസിക്കുന്ന വായു പോകുന്ന കുഴലും, മറ്റേത് ഫുഡ് പൈപ്പ്, നമ്മൾ കഴിക്കുന്ന ആഹാരം പോകുന്ന കുഴലും. അപ്പൊ ആ ഒരു ജംഗ്ഷനാണ് ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളിപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫാരിങ്സ് കഴിഞ്ഞാൽ നേരെ ഫുഡ് പൈപ്പിലേക്കാണ് പോകേണ്ടത്. മറ്റേത് റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്ക് വിൻഡ് പൈപ്പിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആഹാരം കഴിച്ചു, അത് ഫാരിങ്സിലെത്തി. ഇനി നമുക്കൊരു സംശയം തോന്നാം, ഇത് ഈ നമ്മൾ കഴിക്കുന്ന ആഹാരം വിൻഡ് പൈപ്പിലേക്ക് പോയാലോ? അങ്ങനെ പോകാൻ തുടങ്ങുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ പോയില്ല. അതിന്റെ കാരണം ഈ വിൻഡ് പൈപ്പിന്റെ ഓപ്പണിങ്ങിനെ നമ്മൾ ഗ്ലോട്ടിസ് എന്നാണ് പറയുക. ആ ട്രക്കിയ എന്ന് പറയുന്ന ആ കുഴലിന്റെ ഓപ്പണിങ്ങിനെ നമ്മൾ ഗ്ലോട്ടിസ് എന്നാണ് പറയുക. ആ ഗ്ലോട്ടിസിന്റെ മുകളിൽ ഒരു മസ്കുലാർ ഫ്ലാപ്പ് ഉണ്ട്, ഒരു മസിൽ കൊണ്ടൊരു അടപ്പ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ആഹാരം വിഴുങ്ങുന്നത് ആ സമയത്ത് ഈ മസ്കുലാർ ഫ്ലാപ്പ് വന്നിട്ട് ഈ ഗ്ലോട്ടിസ് അങ്ങ് അടയ്ക്കും. അതിന് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്നാണ് ആ അടപ്പിന് പറയുക. ഗ്ലോട്ടിസിനെ അടയ്ക്കാൻ സഹായിക്കുന്നത് എപ്പിഗ്ലോട്ടിസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരം വിഴുങ്ങുമ്പോൾ ഈ അടപ്പ് വന്നിട്ട് വിൻഡ് പൈപ്പ് അങ്ങ് അടയ്ക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കില്ല? ആഹാരം ഒരിക്കലും വിൻഡ് പൈപ്പിലേക്ക് പോകില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്കുണ്ട്. അപ്പൊ നമുക്കിനി ഗ്ലോട്ടിസിലേക്ക്, എപ്പിഗ്ലോട്ടിസ് ഗ്ലോട്ടിസ് നമുക്ക് വേണ്ട, അത് റെസ്പിറേഷൻ പഠിക്കുമ്പോൾ പറയാം. നമുക്കപ്പോൾ ആഹാരം കഴിച്ചു, ആഹാരം എവിടെ എത്തി? ഫാരിങ്സ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ നിന്ന് പിന്നീട് അപ്പൊ ഫാരിങ്സിൽ എന്താണ്? ഒരു കോമൺ ജംഗ്ഷനാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു, മൂക്കിലൂടെ ശ്വസിക്കുന്ന വായു ഇവിടത്ത്, നമ്മൾ വായുവിടെ കഴിക്കുന്ന ആഹാരം ഇവിടത്ത്. ഇപ്പൊ നമ്മൾ ആഹാരം നോക്കേണ്ട, ആഹാരം നേരെ ഫാരിങ്സിൽ നിന്ന് ഈസോഫാഗസിലേക്കാണ് പോവുക. ഈസോഫാഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുഴലാണ്. നമ്മളുടെ ഈ കഴുത്തിനുള്ളിലൂടെ പോകുന്ന ഒരു കുഴലാണ് ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ. ഒരു അത്യാവശ്യം കുറച്ച് നീളമുണ്ട്. ഇത്ര ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ അല്ല, നമ്മുടെ ഏതാണ്ട് ചെസ്റ്റ് പോർഷനിലൂടെ ആ ഭാഗം വരെ അതിന് നീളമുണ്ട്. അത്യാവശ്യം ലോങ് ആണ്, ഒരു ട്യൂബാണ്. പിന്നീട് നമ്മുടെ തൊണ്ടയിലൂടെ, തൊറാസിക് റീജിയനിലൂടെ ഏതാണ്ട് ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഈ ഭാഗത്തിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 2ആയിട്ട് തിരിക്കാൻ ഇതിന് നടുക്കൊരു മെംബ്രെയിനസ് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുക. ഈ ഡയഫ്രത്തിന് താഴെയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ തുടങ്ങിയ ഭാഗങ്ങൾ വരിക. ഈ ഡയഫ്രത്തിന് മുകളിൽ നമ്മുടെ ഹാർട്ടും ലങ്സും ഒക്കെ ഇരിക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പൊ ഈ റീജിയനെ നമ്മുടെ നെഞ്ച്, ആ റീജിയനെ നമ്മൾ തൊറാസിക് റീജിയൻ എന്നും ഈ ഡയഫ്രത്തിന് താഴെയുള്ള ഭാഗത്തിനെ അബ്ഡോമിനൽ റീജിയൻ എന്നും പറയും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഡയഫ്രം വരെ, അപ്പൊ ഇവിടുന്ന് ഫാരിങ്സിൽ തുടങ്ങിയ ആ കുഴല് നമ്മുടെ ഡയഫ്രം വരെ എത്തി നിൽക്കും ഈ ഈസോഫാഗസ് എന്ന് പറയുന്ന ഭാഗം. ഇതിനെ കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുക കേട്ടോ, ഇടയ്ക്ക് മുറിഞ്ഞിട്ട് ഒന്നുമില്ല. അങ്ങനെ അവിടെ അപ്പൊ അത്രയേ ഉള്ളൂ ഈസോഫാഗസ്
ഒരു ലോങ് ട്യൂബാണ് പാസിംഗ് ത്രൂ അവർ നെക്ക്, കഴുത്തിലൂടെ കടന്നു പോകുന്ന ഒരു ലോങ് മസ്കുലർ ട്യൂബാണ്. ഇനി അങ്ങനെ ഫാരിങ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എത്തുന്നത് ഫാരിങ്സ് നേരെ സ്റ്റൊമക്കിലേക്കാണ് തുറക്കുക. മനുഷ്യന്റെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ് ഈ ഡയഫ്രോം തുളച്ച് അത് നേരെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് തുറക്കുക. ഇനി ഈ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജെ ഷേപ്പ്, നിങ്ങൾ ആ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ നോക്കുക, ആ ട്യൂബുലാർ ഭാഗം വന്നിട്ട് ഒരു ജെ ഷേപ്പ്ഡ് സ്ട്രക്ചറിലേക്കാണ് തുറക്കുക. ഇംഗ്ലീഷ് ലെറ്റർ ജെ എഴുതുന്ന പോലെ ഇരിക്കും. ആ ഭാഗത്തിന് ഒരു സാക്കാണ്, ഒരു അറ പോലെ ഒരു ഭാഗമാണ്. ഇതിനെ നമുക്ക് സ്റ്റൊമക്ക് എന്ന് പറയാം. ഇനി ഈ സ്റ്റൊമക്ക്, അപ്പൊ നമ്മൾ ഈസോഫാഗസിൽ നിന്നാണ് സ്റ്റൊമക്കിലേക്ക് തുറക്കേണ്ടത്. അപ്പൊ നമ്മൾ ആഹാരം കഴിച്ചാൽ ഇതിങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമല്ലോ, അപ്പൊ ഇവിടെ കിട്ടാൻ പെട്ടെന്ന് ചെന്നങ്ങ് വീഴാൻ പറ്റും. അങ്ങനെ നമ്മൾ കഴിക്കുന്നതൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ സ്റ്റൊമക്കിലേക്ക് ചെന്ന് നിറയാൻ പാടില്ല. അവിടെ ഒരു കൺട്രോൾ വേണം. കുറേശ്ശെ ആയിട്ട് മാത്രമേ സ്റ്റൊമക്കിലേക്ക് ആഹാരം പാസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഈസോഫാഗസിനും ഈ സ്റ്റൊമക്കിനും ഇടയിൽ ഒരു വാൽവുണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്, സ്പിഞ്ചർ, അവിടെ ഒരു വാൽവും ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് സ്റ്റൊമക്കിന് നമ്മൾ പറയുന്ന വാക്ക് ഗ്യാസ്ട്രോ എന്നാണ്. ഒരിക്കലും മറക്കരുത്. നമ്മളിപ്പോൾ നമ്മുടെ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഏത് ഡോക്ടറെ കാണുക? ഗ്യാസ്ട്രോയുടെ ഡോക്ടറെയാണ് കാണുക. അപ്പൊ ഗ്യാസ്ട്രോ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റൊമക്ക് എന്നാണ്. ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്പിഞ്ചർ എന്നാണ് പറയുക. സ്പിഞ്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ കോക്രോച്ച് പഠിപ്പിച്ച് പറഞ്ഞതാ, നമ്മുടെ ശരീരത്തിലെ ഏത് ജീവിയുടെ ശരീരത്തിലെ ഓപ്പണിങ്ങുകളുടെ വലിപ്പത്തിനെ നിയന്ത്രിക്കുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ സ്പിഞ്ചേഴ്സ് എന്ന് പറയുക. ഇവിടെ ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്കുള്ള ഈ ഓപ്പണിംഗ്, അപ്പൊ ആ ഓപ്പണിംഗ് ആണ് ഈസോഫാഗസിൽ എത്രമാത്രം ആഹാരം സ്റ്റൊമക്കിലേക്ക് വരണം അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക. അപ്പൊ അതിനെ സഹായിക്കുന്ന ആ സ്ട്രക്ചറിനെ നമുക്ക് ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്പിഞ്ചർ എന്ന് പറയും. കുറേ സ്പിഞ്ചേഴ്സ് പല സ്ഥലത്തായിട്ട് വരുന്നുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കും. ഇത് ഓർക്കാൻ പാടില്ല. സ്റ്റൊമക്കിനും ഈസോഫാഗസിനും ഇടയ്ക്കായിട്ട് ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്പിഞ്ചർ എന്ന് പറയുന്നു. ഇനി സ്റ്റൊമക്കിനെ, ഈ പറയുന്ന സ്റ്റൊമക്കിനെ അതിന്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. സ്റ്റൊമക്ക് നമ്മുടെ ഈ ഭാഗത്തായിട്ട് വരും. ആ ഭാഗത്തേക്കുന്ന സ്റ്റൊമക്കിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അതിന്റെ സ്ഥാനം വെച്ചിട്ട് അതിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. കാർഡിയാക് സ്റ്റൊമക്ക്, ഫണ്ടിക് സ്റ്റൊമക്ക്, പൈലോറിക് സ്റ്റൊമക്ക്. അപ്പൊ ഏതൊക്കെയാണ്? കാർഡിയാക് സ്റ്റൊമക്ക്. കാർഡിയാക് എന്ന വാക്കിന്റെ അർത്ഥം ഹാർട്ട് എന്നാണ്. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഏകദേശം ആ ലെവലിൽ വരുന്ന സ്റ്റൊമക്കിന്റെ ഭാഗമാണ് കാർഡിയാക് സ്റ്റൊമക്ക്. അടുത്ത മിഡിൽ ഭാഗത്ത് ഫണ്ടിക് സ്റ്റൊമക്ക്, ഏറ്റവും ലാസ്റ്റ് കാണുന്നത് പൈലോറിക് സ്റ്റൊമക്ക്. ഡയഗ്രത്തിൽ നോക്കിയാൽ മതി, മനസ്സിലാവും. ഇനി ഈ പൈലോറിക് സ്റ്റൊമക്ക്, അതായത് ഈ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. അപ്പൊ ഈ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ ഈ പൈലോറിക് സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം തുറക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്കായിരിക്കും തുറക്കുക. മനസ്സിലായില്ലേ? അപ്പോഴ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, അപ്പൊ നമ്മൾ ഡൈജസ്റ്റീവ്, മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സ്റ്റൊമക്കിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? ജെ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അതിന് മൂന്നായിട്ട് തിരിക്കാം. പൈലോറിക് സ്റ്റൊമക്ക്, കാർഡിയാക് സ്റ്റൊമക്ക്, ഫണ്ടിക് സ്റ്റൊമക്ക്, പൈലോറിക് സ്റ്റൊമക്ക്. ഈ സ്റ്റൊമക്ക് നേരെ തുറക്കുന്നത് എങ്ങോട്ടേക്കാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്കാണ്. ആ സ്റ്റൊമക്കിന് ഈസോഫാഗസിന് ഇടയ്ക്ക് ഒരു സ്പിഞ്ചർ ഉണ്ട്, ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്പിഞ്ചർ. അപ്പൊ സ്റ്റൊമക്ക് വരെ നമ്മൾ നോക്കി. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ നേരെ തുറക്കുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്കാണെന്ന് പറഞ്ഞു. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ പേര് പറയുന്നത്, സ്മോൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. പക്ഷേ കുറച്ചുകൂടെ ഇടുങ്ങിയ ഭാഗമാണ്. ഇങ്ങനെ കുഴൽ പോലെ സ്ട്രക്ചറിൽ കാണുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും ചുരുണ്ടുകൂടി കിടക്കുന്ന ലോങ് ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതില് ആ സ്റ്റൊമക്ക് കഴിഞ്ഞ് നമ്മൾ തുടങ്ങിയാൽ ഒരു യൂട്ടൈൻ വളവ് പോലെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ളൊരു ഭാഗത്തിലേക്കാണ് സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുക. സ്റ്റൊമക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ വളഞ്ഞ ഒരു യു
ഷേപ്പ്ഡ് കുഴലാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഡിയോഡിനം എന്ന് പറയാം. ഡിയോഡിനം, യു ഷേപ്പ്ഡ് ഡിയോഡിനം. ഈ ഡിയോഡിനമാണ് ആക്ച്വലി നമ്മുടെ ഡൈജഷന്റെ മേജർ സൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനം മുഴുവൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ യു ഷേപ്പ്ഡ് ഡിയോഡിനം എന്ന് പറയുന്നത്. അങ്ങനെ ഡിയോഡിനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർട്ട് ജജനം. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ആദ്യത്തെ ഭാഗം യു ഷേപ്പ്ഡ് ഡിയോഡിനം, അതിനുശേഷം ജജനം, ലാസ്റ്റ് പാർട്ട് ഇലിയം. ഇപ്പൊ ഡിയോഡിനം, ജജനം, ഇലിയം. ഇത് ഏതിന്റെ ഭാഗമാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ 3 ഡിവിഷനാണ് ഈ കാണുന്നത്. അതിൽ ഈ ജജനം, ഇലിയം എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി കോയിൽഡ് സ്ട്രക്ചറാണ്. വളരെ ചുരുണ്ടുകൂടി ലോങ് ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ജജനവും ഇലിയവും എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പൈലോറിക് സ്റ്റൊമക് ആയിരുന്നു. കാർഡിയക്ക്, ഫണ്ടിക്ക്, പൈലോറിക്. അപ്പൊ ഈ പൈലോറിക് സ്റ്റൊമക് തുറക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. അപ്പൊ അവിടെ ആ സ്റ്റൊമക്കിനും ഇൻറ്റസ്റ്റൈനും ഇടയ്ക്ക്, സ്റ്റൊമക്കിനും സ്മോൾ ഇൻറ്റസ്റ്റൈനും ഇടയ്ക്ക് ഒരു സ്പിൻറ്റർ ഉണ്ട്. അതിന്റെ അവിടെ, അതായത് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കുള്ള ആഹാരത്തിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിൻറ്റർ ഉണ്ട്. അതിനെ നമുക്ക് പൈലോറിക് സ്പിൻറ്റർ എന്ന് പറയാം. ആ പേര് കിട്ടാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പൈലോറിക് സ്റ്റൊമക് ആണ്. അപ്പൊ ആ ഭാഗത്ത് കാണുന്ന സ്പിൻറ്റർ ആയതുകൊണ്ട് നമുക്ക് അതിനെ പൈലോറിക് സ്പിൻറ്റർ എന്ന് പറയാം. അപ്പൊ പൈലോറിക് സ്പിൻറ്റർ സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് തുറക്കുന്ന ഭാഗത്ത് കാണുന്ന സ്പിൻറ്റർ. അപ്പൊ പൈലോറിക് സ്പിൻറ്റർ നേരെ തുറക്കുന്നത് ഡിയോഡിനത്തിലേക്കാണ്. പിന്നെ ഇലിയം, ജജനം എന്ന് പറയുന്ന, ജജനം, ഇലിയം എന്ന് പറയുന്ന 2 ഭാഗങ്ങളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനുണ്ട്. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇലിയമാണ്. ഇലിയം നേരെ അപ്പൊ എങ്ങോട്ടേക്കാണ് തുറക്കുക? അടുത്ത ഭാഗമായ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ് തുറക്കുക, വൻകുടൽ. ശരിക്കും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നതിന് ചുറ്റി കാണുന്നത്, നിങ്ങൾ ആ ഡയഗ്രത്തിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു ബോർഡർ വരച്ച പോലെയാണ് ലാർജ്. ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉള്ളിലാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ കാണുക. അപ്പൊ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം: സീക്കം, കോളോൺ, റെക്ടം. സീക്കം, കോളോൺ, റെക്ടം എന്ന 3 ആയിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനെ തിരിക്കാം. അതിൽ ഈ സീക്കം എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈന്റെ തുടക്കം, ആ ആദ്യത്തെ ഭാഗത്തില് ഒരു നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സിംബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അസുഖം വരുത്തുന്നതാണെന്ന് വിചാരിക്കും. എന്നാൽ അതിന് മുമ്പ് ഞാനൊരു വാക്ക് പറഞ്ഞു, സിംബയോട്ടിക് ബാക്ടീരിയ. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയയെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്, നമ്മളെ കൊണ്ട് ബാക്ടീരിയക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്ന തരത്തിലുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ, റിലേഷനെയാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുക. എന്നാല് പാരസൈറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പരാതം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവം, നമ്മുടെ ശരീരത്തിൽ ജീവി കയറിയിട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുക, ദോഷങ്ങൾ ഉണ്ടാക്കുക. അതിനെയാണ് പാരസൈറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുക. അപ്പൊ ഇവിടെ എന്താണ്? സിംബയോട്ടിക് ബാക്ടീരിയയാണ്. അതായത് ആ ബാക്ടീരിയ നമുക്ക് ദഹനത്തിനെ സഹായിക്കുന്നുണ്ട്. പകരം ബാക്ടീരിയക്ക് നമ്മുടെ ശരീരത്തിൽ താമസിക്കാനുള്ള സ്പേസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ആഹാരത്തിന് തന്നെ വലിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് ഒരു ദോഷം ചെയ്യില്ല, ഉപകാരം മാത്രം ചെയ്യുന്ന ബാക്ടീരിയ എവിടെയുണ്ട്? ഈ ലാർജ് ഇൻറ്റസ്റ്റൈന്റെ തുടക്കമായ ഫസ്റ്റ് പാർട്ടായ സീക്കത്തിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കോളോൺ ആണ്. കോളോണിനെ ശരിക്കും കോളോൺ ഇങ്ങനെ 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 കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ അസെൻഡിങ് കോളോൺ, ട്രാൻസ്വേഴ്സ് കോളോൺ, ഡിസെൻഡിങ് കോളോൺ എന്നതിന്റെ പൊസിഷൻ വെച്ചിട്ട് കോളോണിനെ നമുക്ക് അങ്ങനെ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് കോളോൺ കാണുക, സ്ക്വയർ പോലെ. അപ്പൊ അതിനെ ഡിസെൻഡിങ്, ട്രാൻസ്വേഴ്സ്, അസെൻഡിങ്, അങ്ങനെ 3 ആയിട്ട് കോളോണിനെ തന്നെ നമുക്ക് തിരിക്കാം. പിന്നീട് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന കോളോൺ വന്നിട്ടൊരു കുഞ്ഞ് സാറ്റലൈറ്റ് സ്ട്രക്ചറാണ്. അതിനെ റെക്ടം എന്ന് പറയാം. ഈ റെക്ടത്തിലാണ് ദഹനമെല്ലാം കഴിഞ്ഞ് ഇനി പുറത്തേക്ക് കളയേണ്ട വേസ്റ്റിനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ വേസ്റ്റ് അവിടെ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, റെക്ടം ഫില്ലായി കഴിയുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വരുന്നതും നമുക്കിതിനെ പുറത്ത് കളയണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്, ഒരു മോട്ടിവേഷൻ, സ്റ്റിമുലേഷൻ. എന്നിട്ട് നമ്മളതിനെ ഏനൽ ഓപ്പണിംഗ് വഴി പുറത്ത് കളയുന്നത്. ഇനി ഈ ഭാഗത്ത് നിങ്ങൾ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം നോക്കിയാൽ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. വിരൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഭാഗമുണ്ട്. ഇതിനെ നമുക്ക് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയാം. ആ വാക്ക് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഇറ്റ് ഈസ് എ വെസ്റ്റിജിയൽ ഓർഗൻ. ഇതിനെ ഇപ്പം പറയത്തക്ക ഒരു ഫംഗ്ഷൻ ഉള്ളതായിട്ട് പറയുന്നില്ലെങ്കിലും നമ്മുടെ ആഹാര വസ്തുക്കളിലെ ചില അൺഡൈജസ്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഈ അപ്പൻഡിക്സിലേക്ക് പോകാറുണ്ട്.
സീവ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യാറുണ്ട്. ചില സമയത്തെങ്കിലും ചിലരിലെങ്കിലും ഈ അപ്പൻഡിക്സിൽ ഈ വേസ്റ്റിൽ ചെന്നിട്ട് ഇൻഫെക്ഷൻ ആവും. അങ്ങനെ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ വേദന ഉണ്ടാവുകയും നമുക്ക് വലിയ പിന്നെ ആവശ്യമുള്ള അവയവമല്ലാത്തത് കൊണ്ട് നമുക്കതിനെ അപ്പം തന്നെ സർജറി ചെയ്ത് മുറിച്ച് കളയാം, നമുക്ക് റിമൂവ് ചെയ്യാം അപ്പൻഡിക്സിനെ. അങ്ങനെ ആ ഒരു ഡിസീസ് അപ്പൻഡിക്സൈറ്റിസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഗം നമ്മുടെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കാർഡ് ഫോർമിഫോം അപ്പൻഡിക്സ്, അതുകൂടെ ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഹ്യൂമണിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. അത് ഓർക്കുക. അത് ആദ്യം തുടക്കം എന്ന് പറയുന്നത് മൗത്താണ് ഒരു ഓപ്പണിങ്. അവിടെ നിന്ന് ബക്കൽ ക്യാവിറ്റിയിലെ ചീത്തും ചങ്ങും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിഫിയോഡോണ്ട്, തീക്കോഡോണ്ട്, ലെക്ട്രോഡോണ്ട്, ലങ്, ജെൻജൽ ഫോർമുല ഓർത്ത് വെക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഫാരിങ്സ് എന്താ നീണ്ട കുഴലാണ്, അത് നമ്മുടെ ഡയഫ്രം വരെയുണ്ട്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജംഗ്ഷനാണ്. അവിടുന്ന് ഈസോഫാഗസ് എന്ന് പറഞ്ഞ നീണ്ട കുഴൽ ഡയഫ്രം വരെ. ഈസോഫാഗസ് സ്റ്റൊമക്ക്, ജെ ഷേപ്പ്ഡ് സ്റ്റൊമക്ക്, അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നേരെ തുറക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈന്. അപ്പൊ സ്റ്റൊമക്കിന് സ്മോൾ ഇൻറ്റസ്റ്റൈന് ഇടയ്ക്ക് ഒരു സ്പിഞ്ചർ ഉണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പേര് ഓർത്ത് വെച്ചിരിക്കുക. സ്മോൾ ഇൻറ്റസ്റ്റൈന് ലാർജ് ഇൻറ്റസ്റ്റൈനും ഇടയ്ക്ക് ഒരു സ്പിഞ്ചർ ഉണ്ട്. ലാർജ് ഇൻറ്റസ്റ്റൈന് 3 പാർട്ട്, അത് ഓർത്ത് വെക്കുക. അപ്പൻഡിക്സ്, പിന്നീട് സിംബയോട്ടിക് ബാക്ടീരിയ തുടങ്ങി, എന്നിട്ട് അത് ഏനൽ ഓപ്പണിംഗ് വഴി പുറത്തേക്ക് തുറക്കുന്നത്. ഇത്രയാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടുകളും മാത്രം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ, അതായത് നമ്മുടെ മൗത്ത് വിട്ടേന് ഈ ഫാരിങ്സ് അല്ലെ ഈസോഫാഗസ്, ഫാരിങ്സ് ആ കോമൺ ജംഗ്ഷൻ ആണ്. ഈസോഫാഗസ് ആണ് നമ്മുടെ കുഴല് തുടങ്ങുന്നത്. ആ ഈസോഫാഗസ് തൊട്ട് ഏനൽ ഓപ്പണിംഗ് വരെയുള്ള ഭാഗത്തിനെ നമ്മൾ എന്താ പറയുക, അലിമെന്ററി കനാൽ എന്നാണ് പറയുക അല്ലെ. സിമ്പിളായിട്ട് നമ്മൾ അലിമെന്ററി കനാൽ എന്ന് പറയും. ഡൈജഷൻ നടക്കുന്ന ആ കുഴല്. ഈ അലിമെന്ററി കനാലിനെ 4 ലെയറായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ അലിമെന്ററി കനാലിന്റെ ഭിത്തി എടുത്ത് നോക്കിയാൽ അത് 4 ലെയർ ചേർന്നതാണ്. ആ 4 ലെയറിന്റെ പേരുകൾ എന്താണെന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സീറോസ എന്ന് നമ്മൾ പറയും. അപ്പൊ അലിമെന്ററി കനാലിന്റെ ഏറ്റവും പുറമേയുള്ള ലെയർ സീറോസ. രണ്ടാമത്തെ ലെയർ മസ്കുലാരിസ്. അപ്പൊ ഫസ്റ്റ് ഔട്ടർ മോസ്റ്റ് ലെയർ സീറോസ, രണ്ടാമത്തെ ലെയർ മസ്കുലാരിസ്, മൂന്നാമത്തെ ലെയർ സബ് മ്യൂക്കോസ. സബ് മ്യൂക്കോസ, ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ മ്യൂക്കോസ. അപ്പൊ ഇങ്ങനെ 4 ലെയറായിട്ട് നമ്മുടെ അലിമെന്ററി കനാലിന്റെ ഈസോഫാഗസ് തൊട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ലാസ്റ്റ് പാർട്ട് വരെയുള്ള നമ്മുടെ അലിമെന്ററി കനാലിന്റെ 4 ലെയറാണുള്ളത്. ഏറ്റവും പുറമേയുള്ള ലെയർ സീറോസ, അതിനുള്ളില് മസ്കുലാരിസ്, അതിനുള്ളില് സബ് മ്യൂക്കോസ, ഏറ്റവും ഉള്ളിലായിട്ട് മ്യൂക്കോസ. എന്ന് പറഞ്ഞാൽ മ്യൂക്കോസ ലെയറിൽ തട്ടിയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം പോവുക അല്ലേ. അപ്പൊ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ്, ഏറ്റവും പുറമെ സീറോസ. സീറോസ എന്ന് പറയുമ്പോൾ എപ്പിത്തീലിയം ആയിരിക്കും അല്ലെ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ, ഏത് ഓർഗന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ സഹായിക്കുന്ന എപ്പിത്തീലിയം കൊണ്ട് പൊതിഞ്ഞതാണ്. ഏറ്റവും അകത്തത് മ്യൂക്കോസ. ഈ മ്യൂക്കോസ ലെയറിനകത്ത് പിന്നെ ഒരു സ്പേസാ, കുഴല്. നമ്മൾ ആ കുഴലെടുത്ത് ഇങ്ങനെ നോക്കിയാൽ അറിയാം. എന്നിട്ട് അതിലൂടെയാണ് ആഹാരം. അപ്പൊ എല്ലാ ആഹാരവും മ്യൂക്കോസ ലെയറിൽ തട്ടിയാണ് പോവുക. മനസ്സിലായില്ലേ? അപ്പൊ ഈ 4 ലെയറിന്റെ പേര്. ഇനി രണ്ടാമത്തെ ലെയറായ മസ്കുലാരിസ്, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് മസിൽസ്. ഏത് മസിൽ ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ തേർഡ് ചാപ്റ്ററിൽ 3 തരം മസിൽ പഠിച്ചു. സ്ട്രൈറ്റഡ്, നോൺ സ്ട്രൈറ്റഡ്, കാർഡിയാക്ക്. അതിലെ രണ്ടാമത്തെ സ്മൂത്ത് മസിൽ അഥവാ നോൺ സ്ട്രൈറ്റഡ് മസിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ വിഷ് ആൻഡ് വില്ല് അനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവയവങ്ങളിലൊക്കെ സ്മൂത്ത് മസിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിന്റെ രണ്ടാമത്തെ ലെയറായ മസ്കുലാരിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ്. മനസ്സിലായല്ലോ? അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ മസിൽ എന്തിനാണ്? നമ്മൾ ഈ ആഹാരം മൗത്തിൽ അല്ലെങ്കിൽ ഈസോഫാഗസിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അലിമെന്ററി കനാൽ എപ്പോഴും കൺട്രാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് എവിടെ ഉണ്ട്? നമ്മുടെ അലിമെന്ററി കനാലിന്റെ മുകളിലുണ്ട്. ഇതിനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്നാണ് പറയുക. ഈ ആഹാരം താഴേക്ക് പോകാനും പിന്നെ ഈ ഇടയ്ക്കുള്ള ഡൈജസ്റ്റീവ് ജ്യൂസുകളുമായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ വേവിലേക്ക് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ വേവിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഏത് ലെയർ മസിൽ ഉണ്ടെങ്കിലേ പറ്റൂ മൂവ് ചെയ്യാൻ. അതിനാണ് ഈ മസ്കുലാരിസ് ലെയർ നമ്മളെ സഹായിക്കുക. പിന്നെ അതിനകത്തുള്ളത്
സബ് മ്യൂക്കോസ, ഏറ്റവും ഉള്ളിലത് മ്യൂക്കോസ ലെയർ. പിന്നീട് ഈ സബ് മ്യൂക്കോസ ലെയർ എന്ന് പറഞ്ഞാൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റ് എപ്പിത്തീലിയമാണ്. അപ്പൊ ഈ ഉള്ളിലുള്ള എപ്പിത്തീലിയത്തിനെ നമ്മൾ മീസോത്തീലിയം എന്ന് പറയാറുണ്ട്. രണ്ടാമത് മസ്കുലാരിസ് ആണ്, മസിൽ, സ്മൂത്ത് മസിൽസ്. മൂന്നാമത് സബ് മ്യൂക്കോസ എന്ന് പറയുന്നത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ലൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്റർസെല്ലുലർ സ്പേസ് ഉണ്ട്, സെല്ലിന്റെ ഇടയ്ക്കൊക്കെ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡൈജഷനുമായി ബന്ധപ്പെട്ട ഗ്ലാൻസുകളും സെക്രീറ്റ് ചെയ്യുന്ന മറ്റെല്ലാത്തിനെയും അവിടെയാണ് വെക്കുക. എന്നിട്ട് നെർവ്സ്, ബ്ലഡ് വെസൽസ് ഒക്കെ ആ ലെയറിലൂടെയാണ് പാസ് ചെയ്യുക. പിന്നെ ഏറ്റവും അകത്തെ മ്യൂക്കോസ ലെയർ, അത് മ്യൂക്കസ് സെക്രീറ്റിംഗ് ലെയർ, മ്യൂക്കസ് കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ലെയറാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ചൂടുള്ളതും നല്ല തണുത്തതും എരിവുള്ളത്, പുളിയുള്ളത്, ഉപ്പുള്ളത്, അങ്ങനെ പല കെമിക്കൽ നേച്ചറുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുക. അപ്പൊ ഇതൊക്കെ ചെല്ലുമ്പോൾ ഒരിക്കലും നമ്മുടെ ഡൈജസ്റ്റീവ് ആലിമെന്ററി കണ്ടന്റ് ഭിത്തിക്ക് യാതൊരു കേടുപാടും സംഭവിക്കാൻ പാടില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഇതിന് താഴേക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും, എപ്പോഴും നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ സ്ട്രോങ് ആസിഡ് ഉണ്ട്. ആ ആസിഡ് വളരെ ഗാഢത കൂടിയ ആസിഡാണ്, കോൺസെൻട്രേറ്റഡ് ആസിഡാണ്. ആ ആസിഡ് ഒന്നും നമ്മുടെ ഈ അലിമെന്ററി കനാലിന്റെ സ്റ്റൊമക്കിന്റെ ഒന്നും ഭിത്തിക്ക് ഒരു കേടുപാടും വരുത്താൻ പാടില്ല, മുറിവുകൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് മ്യൂക്കോസ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ലെയറിന്റെയും പേര് കൃത്യമായി ഓർത്ത് വെച്ചിട്ട് സീറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ ലെയർ. അപ്പൊ 4 ലെയറുകൾ പറഞ്ഞു. ഇനി മ്യൂക്കോസ ലെയർ ആണല്ലോ ഏറ്റവും അകത്ത് കാണുന്ന ലെയർ. ഈ മ്യൂക്കോസ ലെയറിൽ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഓരോ പാർട്ടിലും അതിന്റെ ജോലിക്കനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ കാണും. ഉദാഹരണത്തിന് നമ്മൾ സ്റ്റൊമക്കിൽ ചെന്ന് നോക്കിയാൽ ഈ മ്യൂക്കോസ ലെയർ ഇറഗുലർ ഫോൾഡിങ്സ്, ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ടാവും. നമ്മൾ ഈ റോഡിലൊക്കെ ഹമ്പ് കയറി ഇറങ്ങുന്ന പോലെയുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇതിനെ നമുക്ക് ഇറഗുലർ ഫോൾഡിങ്ങുകളുണ്ട്. പിന്നെ അലിമെന്ററി കനാലിൽ സ്റ്റൊമക്കിൽ കാണുന്ന അതിനെ നമുക്ക് റൂഗെ എന്ന് പറയാം, റൂഗെ. അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനില് ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, നമുക്കറിയാം, വില്ലൈ എന്ന് പറയുന്നത്. അതായത് അബ്സോർഷന് സഹായിക്കുന്ന പാർട്ടാണ് ഈ വില്ലൈ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ അപ്പൊ വില്ലൈ ഈ ലെയറിൽ ഇങ്ങനെയായിരിക്കും കാണുക. ഫിംഗർ ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ സ്ട്രക്ചേഴ്സ് ആണ്. ഈ 2 വില്ലസിനിടയ്ക്ക് ഒരു ക്രിപ്സ്, ഒരു വിടവുണ്ട്. അതിനെ നമുക്ക് ക്രിപ്സ് ഓഫ് ലിബർക്യൂൻ എന്ന് പറയാം, ക്രിപ്സ് ഓഫ് ലിബർക്യൂൻ. അപ്പൊ എന്താണത്? നമ്മുടെ ഇൻറ്റസ്റ്റൈനില് പിന്നെ മ്യൂക്കോസ ലെയറിൽ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ നമുക്ക് വില്ലൈ എന്നാണ് പറയുക. ഈ വില്ലയാണ് ആക്ച്വലി ഫുഡ് അബ്സോർഷന് സഹായിക്കുന്നത്. ഇനി ഓരോ വില്ലയും എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കി അതിനകത്ത് വീണ്ടും കുഞ്ഞു പ്രൊഡക്ഷൻ, അതിനെ മൈക്രോ വില്ലൈ എന്ന് പറയാം. ഇനി 2 അടുത്തടുത്തുള്ള വില്ലയുടെ ഇടയിൽ കാണുന്ന ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ ക്രിപ്സ് ഓഫ് ലിബർക്യൂൻ എന്ന് പറയുക. ഈ വില്ലൈ കൂടാതെ സ്റ്റൊമക്കിലും ഈ മ്യൂക്കോസ ലെയർ ഇറഗുലർ സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണും. ഇങ്ങനെ വലിച്ചു നിവർത്തിയ പോലെയല്ല, ഇങ്ങനെ റഫാണ്. അതിനെ നമുക്ക് റൂഗെ എന്ന് പറയാം, ഇൻറ്റസ്റ്റൈനൽ റൂഗെ, അല്ലെ സ്റ്റൊമക്കിൽ കാണുന്ന റൂഗെ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ വില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വില്ലയുടെയും നടുക്കായിട്ട് ഒരു ലാർജ് ലിംഫ് വെസൽ ഉണ്ട്. ഓരോ വില്ലയും ഓരോ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു വലിയ ലിംഫ് വെസൽ എന്ന് പറഞ്ഞാൽ ലിംഫ് ഒഴുകുന്ന, ലിംഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്ലഡിൽ നിന്ന് സെല്ലിന്റെ ഇടയിലേക്ക് ഊസ് ഔട്ട് ചെയ്യുന്ന രക്തത്തിന്റെ ലിക്വിഡ് പാർട്ടാണ് ലിംഫ്. ഈ ലിംഫ് ഒഴുകുന്ന കുഴലുകളെ ലിംഫ് വെസൽസ് എന്നാണ് പറയുക. അപ്പൊ ഓരോ വില്ലയുടെ നടുക്ക് ഒരു ലിംഫ് വെസൽ ഉണ്ട്. അതിനെ നമുക്ക് ലാക്റ്റിയൽസ് എന്ന് പറയാം. ലാക്റ്റിയൽസ്, ഇതിന്റെ ഉപയോഗം നമ്മൾ താഴേക്ക് പറയും. ഫുഡ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ലാക്റ്റിയൽസ് എന്ന് പറയാം. പിന്നെ ക്രിപ്സ് ഓഫ് ലിബർക്യൂൻ. പിന്നെ ഈ എല്ലാ ലെയറും ഓരോ ഈ പറഞ്ഞ സീറോസ് ആയാലും മസ്കുലാരിസ് ആയാലും സബ് മ്യൂക്കോസ ആയാലും മ്യൂക്കോസ, ഏത് ലെയറും ഇൻറ്റസ്റ്റൈൻ്റെ ഓരോ ഭാഗത്തും ആ ഭാഗം എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടാവും. അല്ലാതെ ഇത് ഒരേപോലെ ഇങ്ങനെ നിവർന്ന ഒറ്റ സ്ട്രക്ചറായിട്ട് കാണില്ല. ഇപ്പം നമ്മൾ ഈ റൂഗെ, വില്ലെ എന്നൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് പറഞ്ഞത്. അല്ലാതെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ ആ ഭാഗം ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ടുള്ള ചില സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് ഈ 4 ലെയറിലും ഉണ്ടാവും. ഇത്രയാണ് നമ്മുടെ അലിമെന്ററി കനാൽ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് മാത്രം, സ്ട്രക്ചർ മാത്രം. ഇനി നമുക്ക് പോകേണ്ടത് അതിന്റെ ഫംഗ്ഷനിലേക്കാണ്. പക്ഷെ ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇങ്ങനെ ആഹാര വസ്തുക്കൾ ഇതിനകത്തുകൂടി ഇങ്ങനെ പോയി എന്ന് വിചാരിച്ച് ദഹനം നടക്കില്ല. ഡൈജഷൻ നടക്കണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈമുകൾ വേണം.
നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. എൻസൈം ആയാലും ഹോർമോൺ ആയാലും സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലാൻഡ് ആണ്. എന്ത് വസ്തുവിനെയും പുറപ്പെടുവിക്കുന്ന സ്ട്രക്ചറിനെ അല്ലെ അവയവത്തിനെ നമ്മൾ ഗ്ലാൻഡ്സ് എന്നാണ് പറയുക. അപ്പൊ തീർച്ചയായിട്ടും ഡൈജഷന് സഹായിക്കുന്ന ഗ്ലാൻഡുകൾ ഉണ്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. അത് ഏതാണെന്നാണ് നമുക്കിനി പഠിക്കുന്നത്. അപ്പോൾ ഏതാണ് പ്രധാനപ്പെട്ട ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകൾ, അത് പുറപ്പെടുവിക്കുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ ഭാഗത്താണ്, ഈ അലിമെന്ററി കനാലിന്റെ ഏതൊക്കെ ഭാഗത്താണ് ഈ ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകൾ ഇരിക്കുന്നത്, അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡൈജഷനിലേക്ക് പ്രോസസ്സിലേക്ക് കടക്കാം.